ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. 1 പത്രോസ് 5:6 അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴ്, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ എന്നൊരു വചനം പറയുന്നു. അപ്പോൾ ഇവിടെ പത്രോസിൻ്റെ ലേഖനത്തിൽ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? തക്ക സമയത്ത് ഉയർത്തുവാൻ, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പാൻ. ഇതാണ് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. ദൈവത്തിനൊരു സമയമുണ്ട് നമ്മളെ ഉയർത്തുവാൻ. ആ സമയം വരെ ദൈവത്തിൻ്റെ ബലമുള്ള ആ കൈക്കീഴ് നമ്മൾ താണിരിക്കണം. ചിലപ്പോൾ ആ സമയത്ത് പ്രതിസന്ധിയുടെ ഘട്ടമായിരിക്കാം, പക്ഷെ എന്താണ്, താണിരിക്കാൻ നാം തയ്യാറായിരിക്കണം. പഴയ നിയമ സമയത്തെ ദാവീദിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ, ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് തലയിൽ അഭിഷേകത്തിൻ്റെ തൈലം പകർന്നത് മുതൽ ദാവീദിൻ്റെ ജീവിതത്തിൽ എന്താണ്, കഷ്ടതയും പ്രയാസവും എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവന് പോലും ഹാനിയാണ്. ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാനോ കഴിക്കാനോ പോലും പറ്റാതെ ദുർഗങ്ങളിലും ഗുഹകളിലും കഴിഞ്ഞിരുന്നു നമുക്ക് വായിക്കാം. ഈ ശൗല്, രാജാവായിരുന്ന ശൗല് ഈ ദാവീദിനെ തേടിയ നടന്നേ. ഈ ദാവീദിനെ എങ്ങനെ നശിപ്പിക്കണം, ഇല്ലെങ്കിൽ രാജസ്ഥാൻ അവന് പോയിപ്പോകുമെന്നുള്ള ആ ഒരു പേടി കൊണ്ട് ശൗല് ഈ ദാവീദിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക. ദാവീദ് മരുഭൂമിയിലും ദുർഗങ്ങളിലും ഗുഹയിലും ഒക്കെ കിടന്ന് വളരെ കഷ്ടപ്പെട്ടു. വളരെയധികം കഷ്ടപ്പെടുകയും എന്താ പറയുക, സ്വന്തം ജീവന് പോലും ഏത് സമയം നഷ്ടമാകും എന്നൊരു ഇതുമില്ലാത്ത പോലെ കഷ്ടമായി. എങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. ദൈവമായിട്ടൊരു അഭേദ്യ ബന്ധം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദ് ഇതുപോലെ ആ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴങ്ങ് താണിരുന്നു. കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. രാജാവായിട്ട് അഭിഷേകം ചെയ്യുമെന്ന വാഗ്ദത്തം തലയിൽ കിടപ്പുണ്ട്. പക്ഷെ ഇപ്പോഴോ വളരെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലാണ്. പക്ഷെ ആ ബലമുള്ള കൈക്കീഴ് താണിരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുന്നത്. നമുക്ക് വചനത്തിൽ നോക്കുകയാണെങ്കിൽ, പഴയ നിയമകാല വചനങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ശമൂവേലിലൊക്കെ നമുക്ക് കാണാം, ഈ തേടി നടന്നെന്ന് പറഞ്ഞാൽ ദാവീദിനെ കിട്ടിയാൽ അപ്പം കൊന്നുകളയാൻ ശൗലും കൂട്ടരും തേടി നടക്കുക. അങ്ങനെ തേടി നടക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ഈ ശൗലിനെ ദാവീദിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുക. ദാവീദിൻ്റെ കണ്ണിന് മുൻപിൽ കിട്ടുവാണ് ഈ ശൗലിനെ. ഈ ദാവീദിൻ്റെ കൂടെയുള്ളവർ പറയുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ തന്നെ ഈ ശൗലിനെ കൊന്നുകളയാം, പിന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തില്ലല്ലോ. കാരണം ദാവീദും അതുപോലുള്ള പ്രതിസന്ധിയിലായിരിക്കുക. ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവം. ഈ ശൗൽ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട്, ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവം. പക്ഷേ ദാവീദ്, ദൈവവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധമുള്ള ദാവീദ് പറയാം, തക്ക സമയത്ത് തന്നെ ഉയർത്തേണ്ടത്, അല്ലാതെ ഞാനായിട്ടൊരു പ്രതികാരം ചെയ്യുവാനോ ഞാനായിട്ടൊരു പ്രവൃത്തി ചെയ്യാനോ ഇടയാകരുതേ. 2 പ്രാവശ്യവും, ഒരു പ്രാവശ്യം ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചതായിട്ട് നമുക്ക് കാണാം. ഒരു പ്രാവശ്യം തലമേലുള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊണ്ട് പോയി. പക്ഷെ ശൗലിനെ ഒന്നും ചെയ്യുവാൻ ദാവീദിന് മനസ്സിലായിരുന്നു. കാരണം ദാവീദ് പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് ഈ ദൈവം അനുവദിച്ചിട്ടാണ് ഈ കാലങ്ങളിൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു പ്രയാസം കടന്നു വരുന്നത്. കാരണം ദൈവത്തിൻ്റെ പൈതലായിരിക്കെ ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ കടന്നു വരത്തില്ല. ഇപ്പോൾ ദൈവം അനുവദിക്കുന്നതുകൊണ്ടാണ് ശൗലിന് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവാനും പ്രയാസപ്പെടുത്തുവാനും കഴിയുന്നത്. പക്ഷെ ഒരു വാഗ്ദത്തം എൻ്റെ മേൽ കിടപ്പുണ്ട്. ഞാൻ രാജാവാകുമെന്ന വാഗ്ദത്തം എൻ്റെ മേലുണ്ടെങ്കിൽ ഒരു കാലയളവിലേക്ക് മാത്രമേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാകത്തുള്ളൂ. ആ വാഗ്ദത്തത്തിൽ ഞാൻ സമയമായി കഴിയുമ്പം, തക്ക സമയമായി കഴിയുമ്പം ദൈവം എന്നെ ഉയർത്തിക്കൊള്ളുന്നുള്ള ഒരു വിശ്വാസം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ്? ദൈവം നമ്മളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പ്രതിസന്ധിയുടെ ആധിക്യം കൊണ്ട് പലരും നമ്മളെ കുറ്റപ്പെടുത്തലും പ്രയാസമൊക്കെ പെടുത്തുന്നതുകൊണ്ട് നമുക്ക് വല്ലാത്ത പ്രതിസന്ധിയാണ്, ഒരു വല്ലാത്ത വിഷമമാണ്. അതേസമയം അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ആ വ്യക്തികളെ നമ്മളെ പ്രയാസപ്പെടുത്തുകയും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നമ്മുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക, എന്താ, സാഹചര്യം ഒത്തു കിട്ടിയാൽ ഇപ്പം ഞാൻ തിരിച്ച് പ്രതികരിക്കേണ്ട സമയമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനല്ല. ആ ഒരു സമയം ദൈവം നമ്മളെ നോക്കുകയാണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഈ സിറ്റുവേഷനിൽ അവൾ പ്രതികരിക്കാൻ പോവുകയാണോ, അതോ എൻ്റെ സമയത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തക്ക സമയത്ത്, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, ആ തക്ക സമയം, ആ സമയത്ത് നമ്മളെ ഉയർത്തും. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ നമ്മുടെ കണ്ണിന് മുൻപിൽ, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ സാഹചര്യമായി നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നവരെ കിട്ടിയാൽ പോലും
നമ്മൾ പ്രതികരിക്കേണ്ടതില്ല. നമുക്ക് വേണ്ടി ആര് പ്രതികരിച്ചോളും? കർത്താവ് പ്രതികരിച്ചോളും. തക്ക സമയത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തം പോലെ തന്നെ നമ്മെ ഉയർത്തിക്കൊള്ളും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.